ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കടല വറുത്തരച്ച കറി എങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ. കടല ഒരു കപ്പ് കടല എടുത്തിട്ടുണ്ട് കേട്ടോ. കടല ഞാൻ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചാണേ. അപ്പോൾ അതിലൊരു ഉള്ളിയും 2 പച്ചമുളകും ഇട്ട് നമുക്ക് ചട്ടിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ അരപ്പിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. രണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, 2 ചെറിയ ഉള്ളി, 2 വറ്റൽമുളക്, ഒരു 3-4 കുരുമുളക്. ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ വറക്കുമ്പോൾ നോക്കണം, തേങ്ങ അധികം വറുത്ത് ഭയങ്കര ഡീപ്പ് വറക്കേണ്ട ആവശ്യമില്ല, ഒന്ന് മീഡിയം വറുത്താൽ മതി കേട്ടോ. അപ്പം നമുക്കിത് തേങ്ങ വറുത്തെടുക്കാം കേട്ടോ. തേങ്ങ ഒന്ന് വറക്കുമ്പോൾ തന്നെ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം തേങ്ങ ഡീപ്പ് ഫ്രൈ വേണ്ട. തേങ്ങ ഡീപ്പ് ഫ്രൈ വരുമ്പം ഈ അത്ര ടേസ്റ്റ് കിട്ടുന്നില്ല. നമ്മൾ ചിക്കനൊക്കെ തേങ്ങ നല്ലോണം ഡീപ്പ് ഫ്രൈ ചെയ്യത്തില്ലേ, പക്ഷേ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് കുറയും. അതുകൊണ്ട് ഡീപ്പ് ഫ്രൈ വേണ്ട, ഒന്ന് മീഡിയം ഫ്രൈ ചെയ്തിട്ട് കുറച്ച് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും 1 സ്പൂണ് മല്ലിപ്പൊടിയും ഒന്നിട്ടിട്ട് ഒന്ന് ചൂട് തട്ടുമ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടി ഞാൻ 1 സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾ ഇഷ്ടം പോലെ ഇട്ടാൽ മതി. കുട്ടികളൊക്കെ ഉള്ളതാണെങ്കിൽ മുളക് കുറച്ചിട്ട് കേട്ടോ. കാരണം കുരുമുളക് 3-4 ഇല്ലിയാണെങ്കിൽ നല്ല എരിവുള്ള മുളകാണ്, അതും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവ് കൂടണ്ട. അതുകൊണ്ട് പിന്നെ ഞാൻ കശ്മീരിയും നമ്മുടെ സാധാരണ മുളകും കൂടി മിക്സ് ചെയ്തിട്ടാണ് പൊടിക്കാറുള്ളത്. അപ്പം അങ്ങനെ പൊടിച്ചാൽ നല്ല കളറും കിട്ടും, എരിവ് അധികം ഉണ്ടാകത്തില്ല. എനിക്ക് തൊണ്ട വേദനയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് സൗണ്ടിന് കുറച്ച് പ്രശ്നം. അപ്പം നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വെക്കാം. അതിന് ശേഷം നമ്മളെ കടല വെന്തിനൊന്നും നോക്കണ്ടേ. അപ്പം നമ്മൾ കടല ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഉള്ളിയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം നോക്കുമ്പോൾ കടല നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ തടിഞ്ഞ് വെച്ച നമ്മുടെ തേങ്ങയുണ്ടല്ലോ, അത് അരച്ചിട്ട് ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതിൽ ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കണ്ട കേട്ടോ. ഒരു മീഡിയം വെള്ളം ഒഴിച്ചാൽ മതി. നല്ല കുറുകിയിട്ടിരിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ വെള്ളം ഒഴിക്കാനാണ് ഇഷ്ടമാണെങ്കിൽ വെള്ളം ഒഴിക്കാം കേട്ടോ. അങ്ങനെയൊന്നുമില്ല, വെള്ളം ഒഴിച്ചാലും നല്ല ടേസ്റ്റാണ്. കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക്, അത് വീഡിയോയിൽ കാണുന്നില്ല. അപ്പം നമുക്ക് ഉപ്പ് നോക്കി, അധികം ഒരുപാട് ഉപ്പൊന്നും വാരിയിടരുത് കേട്ടോ. ഉപ്പൊക്കെ നല്ല കറക്റ്റായിട്ട് ഉപ്പ് വേണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും. ഉപ്പൊക്കെ കൂടിയ കടലൊക്കെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പം ഇതൊന്ന് നമുക്കൊന്ന് വറവ് ഇടാം കേട്ടോ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് കടുക് പൊട്ടിച്ച് നമുക്ക് ഒരു ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് വറക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുമായിരിക്കും.